ഞങ്ങൾ കൊടൈക്കനാലിൽ പോയത് ഈ കഴിഞ്ഞ നവംബർ ഫസ്റ്റ് വീക്കിലാണ്. നവംബർ 6, 7, 8 അങ്ങനെ 3 തീയതികളിൽ ഒരു 3 ഡേ ട്രിപ്പായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. 5-ാം തീയതി രാത്രി ഒരു 12 മണിയോടെ ഞങ്ങൾ വടകരയിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ പോയ റൂട്ട് പറയുകയാണെങ്കിൽ പാലക്കാട് നിന്ന് നേരെ പൊള്ളാച്ചി, പൊള്ളാച്ചി കഴിഞ്ഞ് പളനി, പളനിയിൽ നിന്ന് നേരെ കൊടൈക്കനാൽ. സൺറൈസിൻ്റെ സമയമായപ്പോൾ ഞങ്ങൾ കറക്റ്റ് പളനി എത്താനായിട്ടുണ്ടായിരുന്നു. പുലർച്ചെയുള്ള റോഡ് സൈഡിലെ കാഴ്ചകളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും നല്ല ചിക്കൻ ഫ്രൈയും ആയിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നു. ചുരം കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ സൈഡിൽ കുറച്ച് സ്ഥലമുള്ളൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഭക്ഷണമെല്ലാം നല്ല കഴിച്ചു. ചിരിച്ചേടി. കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ട് ഒരു ഇൻഡിവിജ്വൽ ഹൗസാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തത്. റൂമിൽ ചെന്നൊന്ന് സെറ്റിലായിട്ട് ഞങ്ങൾ ചായ കുടിക്കാമെന്ന് കരുതി എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി കുറച്ചൊന്ന് നടന്നു. പക്ഷെ ഞങ്ങൾക്ക് പുറത്തും തൊട്ടടുത്തുള്ള ചായക്കടയിൽ നിന്ന് ഞങ്ങൾക്ക് ചായ കിട്ടിയില്ല. അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഓരോ കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തു. ആരല്ലേ വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി. ആദ്യം പോയത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്കാണ്. അത് ശരിക്കും നമ്മൾ ചുരം കയറി കൊടൈക്കനാലിലേക്ക് എത്തുന്ന വഴി തന്നെയാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഉള്ളത്. ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഞങ്ങൾ എക്സിബിറ്റ്സൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. വൈകുന്നേരത്തെ ചായ ഞങ്ങൾ റോഡ് സൈഡിലൊരു ടീ സ്റ്റോളിൽ നിന്ന് കുടിച്ചു. കൊള്ളായിരുന്നു. ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയ സമയത്ത് ചൂട് ചായയൊക്കെ കുടിച്ച് റോഡ് സൈഡിലെ കാഴ്ചകളൊക്കെ ഉണ്ട് നിൽക്കാനൊരു രസമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പോകുന്നത് കൊടൈക്കനാലിൽ പോയാൽ എല്ലാവരും പോകുന്ന കൊടൈ ലേക്കിലേക്കാണ്. ഇതൊരു സ്റ്റാർ ഷേപ്പ് ലേക്കാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ബോട്ടിങ്ങും ഷോപ്പിങ്ങും പിന്നെ ഹോഴ്സ് റൈഡിങ്, സൈക്ലിംഗ് ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. മനോട്ടനും കണ്ണയും അവിടെ നിന്ന് ഹോഴ്സ് റൈഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ഫുഡ് സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഓരോ സ്നാക്സൊക്കെ വാങ്ങി കഴിച്ച് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് അവിടുത്തെ സമയം സ്പെൻഡ് ചെയ്തു. പൊട്ടറ്റോ ഫ്രൈസും സ്വീറ്റ് കോണും പോലെ ഓർഡിനറി സ്നാക്സാണ് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചത്. അങ്ങനെ ഓർത്തിരിക്കാൻ ടേസ്റ്റുള്ള എന്തെങ്കിലും ഫുഡ് ഇതുവരെ ഞങ്ങൾ കഴിച്ചിട്ടില്ല. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഹോട്ട് ചോക്ലേറ്റ് ഷോപ്പിൽ പോയി.
ഞാൻ ഇതുവരെ കുടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോട്ട് ചോക്ലേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് കുടിച്ച ഹോട്ട് ചോക്ലേറ്റ് ആണെന്ന് സന്ധ്യ സമയമൊക്കെ ആയിരുന്നു. ഇനി അതുകൊണ്ടാണോ, നല്ല തണുപ്പൊക്കെ വരാൻ തുടങ്ങിയ സമയമായതുകൊണ്ടാണോ അവർ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റിൻ്റെ ആണോ ക്ലൈമറ്റിൻ്റെ ആണോ ഒന്നും അറിയില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആ ഹോട്ട് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഓർമ്മയിൽ മെമ്മറിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി വേറെ കറക്കമൊന്നുമില്ല. റൂമിൽ ചെന്നൊരു സിമ്പിൾ ഡിന്നറൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ റീൽസിലൊക്കെ കണ്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്നതാണ് കൊടൈക്കനാലിലെ സ്പെഷ്യൽ പാഷൻ ഫ്രൂട്ട്. അത് വാങ്ങി. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാഷൻ ഫ്രൂട്ടിനെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് തീരെ പുളിപ്പില്ല. വേറൊരു ഫ്ലേവർ, വേറൊരു മണമാണ്. അതുപോലെ നല്ല സ്വീറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്.